സ്നേഹമുള്ളവരെ, ലോഗോസ് ക്വിസ് മാസ്റ്ററിൻ്റെ ഈ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പഠിക്കാനായിട്ട് പോകുക 2026 ലോഗോസിൻ്റെ പഠന വിഷയമായ സാമുവേലിൻ്റെ 1-ാം പുസ്തകത്തിലെ 7-ാം അധ്യായത്തിൽ നിന്നുള്ള 48 ചോദ്യങ്ങളുടെ മോക്ക് ടെസ്റ്റ് ആണ്. വീഡിയോയുടെ അവസാനം നിങ്ങളുടെ പേരും നിങ്ങൾക്ക് കിട്ടിയ മാർക്കും കമൻറ്റ് ചെയ്യാൻ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുമല്ലോ. നിങ്ങൾ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അതോടൊപ്പം ലോഗോസിനായിട്ട് പഠിച്ചൊരുങ്ങുന്ന നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഇത് അയച്ചു കൊടുക്കുകയും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുകയും ചെയ്യണേ. ലോഗോസിന് മുഴുവൻ മാർക്ക് വാങ്ങാൻ സഹായിക്കുന്ന തരത്തിൽ പഠിച്ചൊരുങ്ങുവാനായിട്ട് 100 മോക്ക് ടെസ്റ്റ് സീരീസുകളുടെ ഒരു പരമ്പര ഈ ചാനലിൽ ചെയ്യുന്നുണ്ട്. അതിൻ്റെ പരീക്ഷയിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർക്ക് 100 പരീക്ഷകൾക്കും കൂടി ആകെ 300 രൂപ രജിസ്ട്രേഷൻ ഫീസ് അടച്ച് ഗൂഗിൾ ഫോമിൽ പരീക്ഷയിൽ പങ്കെടുക്കാവുന്നതാണ്. അതിനായിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് രജിസ്ട്രേഷൻ ഫീസായി 300 രൂപ ഗൂഗിൾ പേ ചെയ്തതിന് ശേഷം ആ ഫോൺ നമ്പറും സ്ക്രീൻഷോട്ടും ഇതേ നമ്പറിലേക്ക് തന്നെ മെസ്സേജ് ചെയ്യാൻ ശ്രദ്ധിക്കുമല്ലോ. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. 1 സാമുവേൽ അധ്യായം 7 എത്ര വാക്യങ്ങളുണ്ട്? ഓപ്ഷൻസ്: A 15, B 16, C 18, D 17. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ആണ്, 17. 2 കിരിയാത്ത് യെയാറാമിലെ ആളുകൾ വന്ന് കർത്താവിൻ്റെ പേടകം എവിടെ എത്തിച്ചു? ഓപ്ഷൻസ്: എ ശീലോവിൽ, ബി മിസ്പായിൽ, സി ഗിരിമുകളിൽ താമസിച്ചിരുന്ന അഭിനാദാബിൻ്റെ ഭവനത്തിൽ, സി ബദേലിൽ. ശരിയായ ഉത്തരം ഓപ്ഷൻ സി ആണ്, ഗിരിമുകളിൽ താമസിച്ചിരുന്ന അഭിനാദാബിൻ്റെ ഭവനത്തിൽ. 3 അഭിനാദാബിൻ്റെ ഭവനം എവിടെയായിരുന്നു? ഓപ്ഷൻസ്: എ മിസ്പായിൽ, ബി ഗിരിമുകളിൽ, സി ജെറിക്കോയിൽ, ഡി കിരിയാത്ത് യെയാറാമിൽ. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആണ്, ഗിരിമുകളിൽ. 4-ാമത്തെ ചോദ്യം: ഗിരിമുകളിൽ താമസിച്ചിരുന്ന അഭിനാദാബിൻ്റെ ഭവനത്തിൽ എത്തിച്ചത് എന്താണ്? ഓപ്ഷൻസ്: എ ന്യായപ്രമാണ പുസ്തകം, ബി യാഗപീഠം, സി ദേവാലയം, ഡി കർത്താവിൻ്റെ പേടകം. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ആണ്, കർത്താവിൻ്റെ പേടകം. 5-ാമത്തെ ചോദ്യം: കർത്താവിൻ്റെ പേടകം സൂക്ഷിക്കുന്നതിന് ആരെയാണ് അഭിഷേകം ചെയ്തത്? ഓപ്ഷൻസ്: എ സാമുവേലിനെ, ബി അഭിനാദാബിനെ, സി എലയാസറിനെ, ഡി ആരോണെ. ശരിയായ ഉത്തരം സി ആണ്, എലയാസറിനെ. 6 എലയാസറിൻ്റെ പിതാവ് ആരാണ്? ഓപ്ഷൻസ്: എ സാമുവൽ, ബി അഭിനാദാബ്, സി ദാവീദ്, ഡി മോശ. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആണ്, അഭിനാദാബ്. 7-ാമത്തെ ചോദ്യം: അഭിനാദാബിൻ്റെ പുത്രൻ ആരാണ്? ഓപ്ഷൻസ്: എ സാമുവൽ, ബി ഏലി, സി എലയാസർ, ഡി സാവുൾ. ശരിയായ ഉത്തരം ഓപ്ഷൻ സി ആണ്, എലയാസർ. 8-ാമത്തെ ചോദ്യം: എലയാസറിനെ അഭിഷേകം ചെയ്തത് എന്തിനാണ്? ഓപ്ഷൻസ്: എ ന്യായാധിപനാക്കാൻ, ബി പ്രവാചകനാക്കാൻ, സി യാഗം കഴിപ്പിക്കാൻ, ഡി പേടകം കർത്താവിൻ്റെ പേടകം സൂക്ഷിക്കാൻ. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ആണ്, കർത്താവിൻ്റെ പേടകം സൂക്ഷിക്കാൻ. 9-ാമത്തെ ചോദ്യം: 1 സാമുവേൽ അധ്യായം 7 ഏക തലക്കെട്ട് ഏതാണ്? ഓപ്ഷൻസ്: എ ഇസ്രായേലിൻ്റെ പശ്ചാത്താപം, ബി ഫിലിസ്ത്യരുടെ പരാജയം, സി സാമുവൽ ന്യായാധിപൻ, ഡി ദൈവത്തിൻ്റെ പേടകം. ശരിയായ ഉത്തരം ഓപ്ഷൻ സി ആണ്, സാമുവൽ ന്യായാധിപൻ. 10-ാമത്തെ ചോദ്യം: കർത്താവിൻ്റെ പേടകം അഭിനാദാബിൻ്റെ ഭവനത്തിൽ എത്ര കാലം ഇരുന്നു? ഓപ്ഷൻസ്: എ 10 വർഷം, ബി 15 വർഷം, സി 30 വർഷം, ഡി ഏകദേശം 20 വർഷം. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ആണ്, ഏകദേശം 20 വർഷം. 11-ാമത്തെ ചോദ്യം: പേടകം അവിടെ ഇരിക്കുമ്പോൾ ഇസ്രായേൽ ജനം എന്ത് ചെയ്തുകൊണ്ടിരുന്നു? ഓപ്ഷൻസ്: എ ഉത്സവം നടത്തി, ബി യുദ്ധം ചെയ്തു, സി കർത്താവിലേക്ക് തിരിഞ്ഞ് വിലപിച്ചു, ഡി അന്യദേവന്മാരെ ആരാധിച്ചു. ശരിയായ ഉത്തരം ഓപ്ഷൻ സി ആണ്, കർത്താവിലേക്ക് തിരിഞ്ഞ് വിലപിച്ചു. 12-ാമത്തെ ചോദ്യം: ഇസ്രായേൽ ജനത്തോട് ആദ്യം സാമുവൽ പറഞ്ഞത് എന്താണ്? ഓപ്ഷൻസ്: എ യാഗങ്ങൾ കഴിക്കുവിൻ, ബി പട്ടണം പണിയുവിൻ, സി അന്യദേവന്മാരെയും
അസ്താർത്തെ ദേവതകളെയും ബഹിഷ്കരിക്കുവിൻ. ഡി രാജാവിനെ തിരഞ്ഞെടുക്കുവിൻ. ശരിയായ ഉത്തരം ഓപ്ഷൻ സി ആണ്. അന്യദേവന്മാരെയും അസ്താർത്തെ ദേവതകളെയും ബഹിഷ്കരിക്കുവിൻ. 13ാമത്തെ ചോദ്യം. സാമുവൽ ഇസ്രായേൽ ജനത്തോട് എത്ര കാര്യങ്ങൾ പറഞ്ഞു? ഓപ്ഷൻസ് എ 2, ബി 3, സി 4, ഡി 5. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആണ്, 3 കാര്യങ്ങൾ. 14ാമത്തെ ചോദ്യം. സാമുവൽ പറഞ്ഞ 3 കാര്യങ്ങളിൽ ഒന്നല്ലാത്തത് ഏത്? ഓപ്ഷൻസ് എ അന്യദേവന്മാരെ ബഹിഷ്കരിക്കുക, ബി പൂർണ്ണമായി ദൈവത്തിന് സമർപ്പിക്കുക, സി അവിടുത്തെ മാത്രം ആരാധിക്കുക, ഡി പുതിയ രാജാവിനെ നിയമിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ആണ്, പുതിയ രാജാവിനെ നിയമിക്കുക. 15 പൂർണ്ണമായി ആർക്കാണ് സമർപ്പിക്കുവാൻ സാമുവൽ പറഞ്ഞത്? ഓപ്ഷൻസ് എ സാമുവേലിന് തന്നെ, ബി ദൈവത്തിന്, സി പുരോഹിതന്മാർക്ക്, ഡി ജനങ്ങൾക്ക്. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആണ്, ദൈവത്തിന്. 16ാമത്തെ ചോദ്യം. ആരെ മാത്രം ആരാധിക്കുവിൻ എന്നാണ് സാമുവൽ പറഞ്ഞത്? ഓപ്ഷൻസ് എ ബാലിനെ, ഓപ്ഷൻ ബി അസ്താർത്തയെ, സി കർത്താവിനെ, ഡി ദൂതന്മാരെ. ശരിയായ ഉത്തരം ഓപ്ഷൻ സി ആണ്, കർത്താവിനെ. 17 അവിടുത്തെ മാത്രം എന്ത് ചെയ്യുവിനെന്നാണ് സാമുവൽ പറഞ്ഞത്? ഓപ്ഷൻസ് എ പ്രാർത്ഥിക്കുവിൻ, ബി യാഗം കഴിക്കുവിൻ, സി സേവിക്കുവിൻ, ഡി ആരാധിക്കുവിൻ. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ആണ്, ആരാധിക്കുവിൻ. 18 ആരുടെ കരങ്ങളിൽ നിന്ന് കർത്താവ് നിങ്ങളെ രക്ഷിക്കുമെന്നാണ് സാമുവൽ പറഞ്ഞത്? ഓപ്ഷൻസ് എ അമലേക്യരുടെ, ബി കാനാന്യരുടെ, സി ഫിലിസ്ത്യരുടെ, ഡി മോവാബ്യരുടെ. ശരിയായ ഉത്തരം ഓപ്ഷൻ സി ആണ്, ഫിലിസ്ത്യരുടെ. 19 ഇസ്രായേൽ ജനം മുഴുവൻ പറഞ്ഞ പ്രകാരം ഇസ്രായേൽ ജനം സാമുവൽ പറഞ്ഞ പ്രകാരം എന്ത് ചെയ്തു? ഓപ്ഷൻസ് എ പട്ടണം വിട്ടുപോയി, ബി യുദ്ധത്തിന് തയ്യാറായി, സി ബാലിന്റെയും അസ്താർത്ത ബിംബങ്ങളെയും ബഹിഷ്കരിച്ചു, ഡി രാജാവിനെ തിരഞ്ഞെടുത്തു. ശരിയായ ഉത്തരം ഓപ്ഷൻ സി ആണ്, ബാലിനെയും അസ്താർത്ത ബിംബങ്ങളെയും ബഹിഷ്കരിച്ചു. 20ാമത്തെ ചോദ്യം. ഇസ്രായേൽ ജനം ആരെ മാത്രമാണ് ആരാധിച്ചത്? ഓപ്ഷൻസ് എ ബാലിനെ, സി അസ്താർത്തയെ, ഡി സി ദൂതന്മാരെ, ഡി കർത്താവിനെ. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ആണ്, കർത്താവിനെ. 21 ഇസ്രായേൽ മുഴുവൻ മിസ്പായിൽ ഒരുമിച്ച് കൂടട്ടെ എന്ന് പറഞ്ഞത് ആരാണ്? ഓപ്ഷൻസ് എ ഏലി, ബി ശാവുൽ, സി സാമുവൽ, ഡി അബിനാദാബ്. ശരിയായ ഉത്തരം ഓപ്ഷൻ സി ആണ്, സാമുവൽ. 22 മിസ്പായിൽ ഒരുമിച്ച് കൂടുമ്പോൾ സാമുവൽ എന്ത് ചെയ്യാമെന്ന് പറഞ്ഞു? ഓപ്ഷൻസ് എ യുദ്ധം നയിക്കും, ബി രാജാവിനെ അഭിഷേകം ചെയ്യും, സി കർത്താവിനോട് പ്രാർത്ഥിക്കും, ഡി യാഗം കഴിക്കും. ശരിയായ ഉത്തരം ഓപ്ഷൻ സി ആണ്, കർത്താവിനോട് പ്രാർത്ഥിക്കും. 23ാമത്തെ ചോദ്യം. മിസ്പായിൽ ഒരുമിച്ച് കൂടിയത് ആരാണ്? ഓപ്ഷൻസ് എ പുരോഹിതന്മാർ മാത്രം, ബി മൂപ്പന്മാർ, സി യോദ്ധാക്കൾ, ഡി ഇസ്രായേൽ മുഴുവൻ. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി തന്നെയാണ്, ഇസ്രായേൽ മുഴുവൻ. 24 മിസ്പായിൽ അവർ വെള്ളം ഒഴിച്ചത് എന്തിന് അടയാളമായി? ഓപ്ഷൻസ് എ ഉത്സവത്തിനായി, ബി ശുദ്ധീകരണത്തിനായി, സി കർത്താവിന് മുമ്പിൽ പാപസമ്മതത്തിനായി, ഡി യുദ്ധത്തിനായി. ശരിയായ ഉത്തരം ഓപ്ഷൻ സി ആണ്, കർത്താവിന് മുമ്പിൽ പാപസമ്മതത്തിനായി. 25 മിസ്പായിൽ സാമുവൽ ആരായി ന്യായം വിധിച്ചു? ഓപ്ഷൻസ് എ രാജാവായി, ബി പുരോഹിതനായി, സി ന്യായാധിപനായി, ഡി സൈന്യാധിപനായി. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, ന്യായാധിപനായി. 26 മിസ്പായിൽ ഒരുമിച്ച് കൂടിയ ഇസ്രായേൽ മുഴുവൻ എന്ത് ചെയ്തു? ഓപ്ഷൻസ് എ വെള്ളം കോരി കർത്താവിന്റെ സന്നിധിയിൽ പകർന്നു, ബി യുദ്ധത്തിനായി തയ്യാറായി, സി രാജാവിനെ തെരഞ്ഞെടുത്തു, ഡി പട്ടണം വിട്ടുപോയി. ശരിയായ ഉത്തരം ഓപ്ഷൻ എ ആണ്, വെള്ളം കോരി കർത്താവിന്റെ സന്നിധിയിൽ പകർന്നു. 27 മിസ്പായിൽ ഒരുമിച്ച് കൂടി ഇസ്രായേൽ ആ ദിവസം മുഴുവൻ എന്ത് ചെയ്തു? ഓപ്ഷൻസ് എ ഉത്സവം നടത്തി, ബി ഉപവസിച്ചു, സി യാത്ര ചെയ്തു,
ഡി യാഗം കഴിച്ചു. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആണ്, ഉപവസിച്ചു. 28 മിസ്പായിൽ ഒരുമിച്ച് കൂടിയ ഇസ്രായേൽ മുഴുവൻ എന്താണ് ഏറ്റുപറഞ്ഞത്? ഓപ്ഷൻസ്: എ ഞങ്ങൾ വിജയം നേടി, ബി ഞങ്ങൾ അന്യദേവന്മാരെ ആരാധിച്ചു, സി ഞങ്ങൾ കർത്താവിനെതിരെ പാപം ചെയ്തു പോയി, ഡി ഞങ്ങൾ യുദ്ധത്തിന് തയ്യാറാണ്. ശരിയായ ഉത്തരം ഓപ്ഷൻ സി ആണ്, ഞങ്ങൾ കർത്താവിനെതിരായി പാപം ചെയ്തു പോയി. 29 സാമുവൽ ഇസ്രായേൽ ജനത്തെ ന്യായപാലനം ചെയ്യാൻ തുടങ്ങിയത് എവിടെ വെച്ച്? ഓപ്ഷൻസ്: എ ശീലോവിൽ, ബി ഗിൽഗാലിൽ, സി റാമായിൽ, ഡി മിസ്പായിൽ. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ആണ്, മിസ്പായിൽ. 10ാമത്തെ ചോദ്യം: ഇസ്രായേൽ മിസ്പായിൽ ഒരുമിച്ച് കൂടിയിട്ടുണ്ടെന്ന് കേട്ടത് ആരാണ്? ഓപ്ഷൻസ്: എ അമോര്യർ, ബി ഫിലിസ്ത്യ പ്രഭുക്കന്മാർ, സി മിദ്യാന്യർ, ഡി മൊവാബ്യർ. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആണ്, ഫിലിസ്ത്യ പ്രഭുക്കന്മാർ. 31 ഫിലിസ്ത്യ പ്രഭുക്കന്മാർ എന്ത് ചെയ്തു? ഓപ്ഷൻസ്: എ സമാധാനം ചെയ്തു, ബി യാഗം അർപ്പിച്ചു, സി ഇസ്രായേൽക്കാരെ ആക്രമിക്കാൻ പുറപ്പെട്ടു, ഡി ഉടമ്പടി ചെയ്തു. ശരിയായ ഉത്തരം ഓപ്ഷൻ സി ആണ്, ഇസ്രായേൽക്കാരെ ആക്രമിക്കാൻ പുറപ്പെട്ടു. 32 ഫിലിസ്തീനിൽ നിന്ന് രക്ഷിക്കുവാൻ കർത്താവിനോട് പ്രാർത്ഥിക്കണമെന്ന് സാമുവേലിനോട് അപേക്ഷിച്ചതാര്? ഓപ്ഷൻസ്: എ പുരോഹിതന്മാർ, ബി മൂപ്പന്മാർ, സി സാമുവേൽ, ഡി ഇസ്രായേൽ. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ആണ്, ഇസ്രായേൽ. 33 സാമുവേൽ കർത്താവിന് സമ്പൂർണ്ണ ദഹനബലി അർപ്പിച്ചത് എന്താണ്? ഓപ്ഷൻസ്: എ മുലകുടി മാറാത്ത ഒരു ആട്ടിൻകുട്ടിയെ, ബി ഒരു കാളയെ, സി 2 പ്രാവുകളെ, ഡി ആട്ടുകൊറ്റനെ. ശരിയായ ഉത്തരം ഓപ്ഷൻ എ ആണ്, മുലകുടി മാറാത്ത ഒരു ആട്ടിൻകുട്ടിയെ. 34 ആരാണ് ഇസ്രായേലിന് വേണ്ടി കർത്താവിനോട് പ്രാർത്ഥിച്ചത്? ഓപ്ഷൻസ്: എ ഏലി, ബി സാമുവൽ, സി ശാവുൽ, ഡി അബിനാദാബ്. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആണ്, സാമുവൽ. 35 സാമുവൽ ദഹനബലി അർപ്പിച്ചു കൊണ്ടിരിക്കെ ഫിലിസ്തീർ എന്ത് ചെയ്തു? ഓപ്ഷൻസ്: എ പിൻവാങ്ങി, ബി ഉടമ്പടി ചെയ്തു, സി ഇസ്രായേൽക്കാരെ ആക്രമിക്കാൻ അടുത്തു, ഡി പട്ടണം വിട്ടുപോയി. ശരിയായ ഉത്തരം ഓപ്ഷൻ സി ആണ്, ഇസ്രായേൽക്കാരെ ആക്രമിക്കാൻ അടുത്തു. 36 എങ്ങനെയാണ് കർത്താവ് ഫിലിസ്തീരെ സംഭ്രാന്തരാക്കിയത്? ഓപ്ഷൻസ്: എ ശക്തമായ മഴയാൽ, ബി ഭയങ്കരമായ ഒരു ഇടിനാദം മുഴക്കി, സി ഭൂകമ്പമുണ്ടാക്കി, ഡി തീ അയച്ച്. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആണ്, ഭയങ്കരമായ ഒരു ഇടിനാദം മുഴക്കി. 37 ഫിലിസ്തീരെ ഇസ്രായേൽക്കാർ എവിടെ നിന്ന് എവിടെ വരെ പിന്തുടർന്നു? ഓപ്ഷൻസ്: എ ഗിൽഗാലിൽ നിന്ന് ശീലോ വരെ, ബി റാമായിൽ നിന്ന് ബദേൽ വരെ, സി മിസ്പായിൽ നിന്ന് ബത്കാർ വരെ, ഡി ബദേലിൽ നിന്ന് ഗത്ത് വരെ. ശരിയായ ഓപ്ഷൻ സി ആണ്, മിസ്പായിൽ നിന്ന് ബത്കാർ വരെ. 38 സാമുവൽ ഒരു കല്ല് സ്ഥാപിച്ചത് എവിടെ? ഓപ്ഷൻസ്: എ റാമായിൽ, ബി മിസ്പായ്ക്കും ജനാശയ്ക്കും മധ്യേ, സി ശീലോവിൽ, ഡി ഗിൽഗാലിൽ. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആണ്, മിസ്പായ്ക്കും ജനാശയ്ക്കും മധ്യേ. 39 കല്ല് സ്ഥാപിച്ച സ്ഥലത്തിന് സാമുവൽ എന്ത് പേരിട്ടു? ഓപ്ഷൻസ്: എ ശാലോം, ബി ബദേൽ, സി ഗിൽഗാൽ, ഡി എബിനേസർ. ശരിയ ഉത്തരം ഓപ്ഷൻ ഡി ആണ്, എബിനേസർ. 40 എന്തു പറഞ്ഞാണ് ആ സ്ഥലത്തിന് എബിനേസർ എന്ന് പേരിട്ടത്? ഓപ്ഷൻസ്: എ കർത്താവ് നമുക്ക് ജയം നൽകി, ബി ദൈവം നമ്മെ തിരഞ്ഞെടുത്തു, സി ഇതുവരെ കർത്താവ് നമ്മെ സഹായിച്ചു, ഡി കർത്താവ് മഹാനാണ്. ശരിയ ഉത്തരം ഓപ്ഷൻ സി ആണ്, ഇതുവരെ കർത്താവ് നമ്മെ സഹായിച്ചു. 41 പിന്നീട് ഒരിക്കലും ഇസ്രായേൽ ദേശത്ത് കാല് കുത്തിയിട്ടില്ല, ആര്? ഓപ്ഷൻസ്: എ അമോര്യർ, ബി മിദ്യാനർ, സി മൊവാബിയർ, ഡി ഫിലിസ്തീർ. ശരിയ ഉത്തരം ഓപ്ഷൻ ഡി ആണ്, ഫിലിസ്തീർ. 42 ആരുടെ കാലം അത്രയും കർത്താവിന്റെ കരം ഫിലിസ്തീർക്കെതിരെ ബലപ്പെട്ടിരുന്നു? ഓപ്ഷൻസ്: എ ശാവുവേലിന്റെ, ബി ദാവീദിന്റെ, സി സാമുവേലിന്റെ, ഡി ഏലിയുടെ. ശരിയ ഉത്തരം ഓപ്ഷൻ സി ആണ്, സാമുവേലിന്റെ. 43 എക്രോൺ മുതൽ ഗത്ത് വരെയുള്ള പ്രദേശങ്ങളിൽ പ്രദേശങ്ങൾ ആർക്ക് തിരികെ കൊടുത്തു? ഓപ്ഷൻസ്: എ ഇസ്രായേൽ ഫിലിസ്തീർക്ക്, ബി ഫിലിസ്തീർ അമോര്യർക്ക്, സി അമോര്യർ ഇസ്രായേലിന്, ഡി ഫിലിസ്തീർ ഇസ്രായേലിന്. ശരിയായ ഓപ്ഷൻ ഡി ആണ്, ഫിലിസ്തീർ ഇസ്രായേലിന്.
44 ആരെല്ലാം തമ്മിലാണ് സമാധാനം ഉണ്ടായത്? ഓപ്ഷൻസ്: എ ഫിലിസ്തീനും ഇസ്രായേലും തമ്മിൽ, ബി അമോര്യരും ഫിലിസ്തീനും തമ്മിൽ, സി ഇസ്രായേലും അമോര്യരും തമ്മിൽ, ഡി ഇസ്രായേലും മിദ്യാന്യരും തമ്മിൽ. ശരിയായ ഓപ്ഷൻ സി ആണ്, ഇസ്രായേലും അമോര്യരും തമ്മിൽ. 45 ആരാണ് ജീവിതകാലം അത്രയും ഇസ്രായേലിൽ നീതിപാലനം നടത്തിയത്? ഓപ്ഷൻസ്: എ ശാവൽ, ബി ദാവീദ്, സി ഏലി, ഡി സാമുവൽ. ശരിയായ ഓപ്ഷൻ ഡി ആണ്, സാമുവൽ. 46 സാമുവൽ വർഷം തോറും സഞ്ചരിച്ച് നീതിപാലനം നടത്തിയ സ്ഥലങ്ങൾ ഏവ? ഓപ്ഷൻസ്: എ റാമ ശീലോ ഗിൽഗാൽ, ബി ബദേൽ ഗിൽഗാൽ മിസ്പ, സി മിസ്പ ശീലോ റാമ, ഡി ബദേൽ റാമ ഗത്ത്. ശരിയായ ഓപ്ഷൻ ബി ആണ്, ബദേൽ ഗിൽഗാൽ മിസ്പ. 47 ചോദ്യം: സാമുവേലിന്റെ ഭവനം സ്ഥിതി ചെയ്തിരുന്ന സ്ഥലം ഏതാണ്? ഓപ്ഷൻസ്: എ റാമ, ബി മിസ്പ, സി ബദേൽ, ഡി ഗിൽഗാൽ. ശരിയായ ഓപ്ഷൻ എ ആണ്, റാമ. അവസാനത്തെ ചോദ്യം 48 സാമുവേൽ കർത്താവിന് ഒരു ബലിപീഠം നിർമ്മിച്ചത് എവിടെയാണ്? ഓപ്ഷൻസ്: എ ശീലോവിൽ, ബി ഗിൽഗാലിൽ, സി മിസ്പായിൽ, ഡി റാമായിൽ. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ആണ്, റാമായിൽ. സ്നേഹമുള്ളവരെ, ഇതോടുകൂടെ സാമുവേലിന്റെ പുസ്തകത്തിൽ നിന്നുള്ള ചോദ്യോത്തരങ്ങൾ അവസാനിക്കുകയാണ്. അടുത്ത വീഡിയോ മുതൽ സഭാപ്രസംഗന്റെ 1-ാം അധ്യായത്തിലുള്ള വീഡിയോസ് ആയിരിക്കും നമ്മൾ ലോഗോസിനായിട്ട് പഠിച്ചുടങ്ങാനായിട്ട് പോകുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും, അതോടൊപ്പം ഈ പരീക്ഷയിൽ നിങ്ങൾക്ക് കിട്ടിയ മാർക്ക് കമൻറ്റ് ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ. ലോഗോസ് പരീക്ഷയിൽ മുഴുവൻ മാർക്ക് വാങ്ങാൻ സഹായിക്കുന്ന തരത്തിൽ നന്നായിട്ട് പഠിച്ചൊരുങ്ങുവാനായിട്ട് 100 പരീക്ഷകളുടെ ഒരു മോക്ക് ടെസ്റ്റ് സീരീസ് ഈ ചാനൽ നടത്തുന്നുണ്ട്. ഗൂഗിൾ ഫോമിലായിരിക്കും പരീക്ഷ നടക്കുക. അതിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർക്ക് 300 രൂപ രജിസ്ട്രേഷൻ ഫീസ് അടച്ച് ഈ 100 പരീക്ഷകളിൽ ഒരുമിച്ച് പങ്കെടുക്കാവുന്നതാണ്. പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ 300 രൂപ ഗൂഗിൾ പേ ചെയ്തതിൻ്റെ സ്ക്രീൻഷോട്ടും നിങ്ങളുടെ പേരും അതോടൊപ്പം പരീക്ഷയുടെ ലിങ്ക് ലഭിക്കേണ്ട വാട്സാപ്പ് നമ്പറും ഇതേ നമ്പറിലേക്ക് തന്നെ മെസ്സേജ് അയച്ചാൽ ഈ പരീക്ഷയിൽ പങ്കെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. ഇതിനോടകം തന്നെ 11 പരീക്ഷകൾ കഴിഞ്ഞുപോയ പരീക്ഷയുടെ ലിങ്കും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും.